പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ ചുങ്കത്ത് ഹൈവേയുടെ സൈഡിൽ തന്നെ നമ്മുടെ സറാമ്പ്യ ആ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി പള്ളിയുടെ ഒരു മുക്കാൽ ഭാഗവും പൊളിച്ചു നീക്കപ്പെട്ട് ഒരല്പം മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പള്ളിയാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പള്ളി ഉണ്ടെങ്കിൽ പോലും ആൾറെഡി നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളിയാകുമ്പോൾ ഇനി അവിടെ പള്ളി എടുത്തു പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അത് വലിയ ലക്ഷണക്കേടാണ്. അപ്പൊ നിലവിലവിടെ പള്ളി ഉള്ളതാണ്. ഹൈവേയുടെ വികസനത്തിന് വേണ്ടി പകുതിയോളം പൊളിച്ചു മാറ്റപ്പെടുമ്പോൾ അപ്പുറത്തേക്ക് കൂടി സ്ഥലം എടുത്ത് ഒന്ന് വികസിപ്പിക്കൽ അനിവാര്യമായ ഘട്ടമാണ്. അതവിടെ ഒരു സെന്റിന് തന്നെ 10-30 ലക്ഷത്തോളം രൂപ ആവും. 4 സെന്റാണ് അവിടെയുള്ള ആളുകളൊക്കെ ദീനിനു വേണ്ടി എടുത്തത്. അവനാന്റെ പെര വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബാത്റൂം അവനാന്റെ വീട്ടിലെ കാർ പോർച്ച് ഉണ്ടാക്കാനോ അല്ല, അള്ളാഹ്ക്ക് നിസ്കരിക്കാനും എത്തിക്കാഫ് ഇരിക്കാനും അങ്ങാടിക്ക് വരുന്ന ആൾക്കാർക്ക് ബാങ്ക് കേൾക്കുമ്പോൾ കയറി നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയത് ഉണ്ടാക്കുവല്ല. നിലവിലുള്ള പള്ളി പൊളിക്കപ്പെടുമ്പോൾ ഇനിയിപ്പോൾ എന്തിനാന്ന് ചിന്തിക്കരുത്. നമ്മളെ പെര പൊളിക്കപ്പെടുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കൂലല്ലോ. അപ്പൊ ആ പള്ളി ഒരു 4 സെന്റ് കൂടി എടുത്തിട്ട് അതിന് നിർമ്മാണം നടത്തണം. ഇതിന് ആദ്യം സ്ഥലം തന്നെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അവിടെയുള്ള പരിസരവാസികളെ കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റൂല. ഒരു 4 സെന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യം 10-30 ലക്ഷം തറ 1 കോടിന്റെ പുറത്തു പോയി സ്ഥലത്തിന് വേണ്ടി മാത്രം. അതുകൊണ്ട് ആ സ്ഥലം നമുക്ക് പള്ളിക്ക് വേണ്ടി അവിടെ വാങ്ങി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം കേട്ടോ. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികമായി അള്ളാഹു അനുഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നാളെ റബ്ബിന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താ കൊടുത്തു ചോദിക്കുമ്പോൾ ഒരു 1/2 സെന്റ് എന്ന് പറയാലോ, ഒരു സ്ക്വയർ ഫീറ്റ് 65,000 റുപ്യ, 1,50,000 കൊടുക്കാൻ പറ്റിയ ആൾക്കാർ ചെറിയ പൈസ അല്ലല്ലോ, 1 കോടിയിലേറെ കിട്ടണം. പള്ളി നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് പൂർത്തിയാക്കാൻ പറ്റും. അതുകൊണ്ട് അവരെ നിങ്ങളൊക്കെ സമീപിക്കുമ്പോൾ നല്ല മനസ്സോടെ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു ചെറിയൊരു കൂറുണ്ടാക്കി കൊടുത്താൽ പോലും ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നതാണ്. അത് മനസ്സിലാക്കിയിട്ട് ഹൈവേ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റപ്പെടുമ്പോൾ ഒന്നാണ്ട് പൊളിച്ചു പോയിക്കോട്ടെ എന്ന് ചിന്തിക്കല്ല വേണ്ടത്. അതെങ്കിലും പൂർവോപരി അഭിവൃദ്ധിപ്പെടുത്തിയിട്ട് ഉഷാറാക്കുക വേണ്ടത്. 4 സെന്റ് എടുത്തത് പൂർത്തിയാക്കി നമുക്ക് സാധിക്കണം. എല്ലാവരും നമ്മൾ സഹകരിക്കണം. നിങ്ങളൊക്കെ സമീപിക്കുന്ന സമയത്ത് എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കുക, സഹകരിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഏക്കർ കണക്കിനുണ്ടാകുമ്പോൾ 1 സെന്റിനൊക്കെ 2 സെന്റ് പൈസ എത്ര വെച്ചാൽ നല്ല നീയത്തിൽ കൊടുക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ പൂർത്തിയാകും വേണം. നമ്മൾ എടുത്തിട്ട് വഷളാക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് വെറും പിരിവ് മാത്രമല്ല, ആത്മാർത്ഥമായി ദുആകളിൽ ഉണ്ടായിരിക്കുക, മനസ്സാ വാചാ കർമ്മ അതിനോട് പിന്തുണ കൊടുക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. സാമ്പത്തികമായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സ്വന്തമോ പരിചയത്തിലുള്ളവരൊക്കെ പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കുക. 1 കോടിയിലേറെ രൂപ ഉണ്ടെങ്കിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. സഹായിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ.